എനിക്ക് ഒട്ടും പറ്റാതായി, കണ്ണ് പകൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്ത് എനിക്ക് എല്ലാ രോഗസൗകര്യങ്ങളും കിട്ടിയിട്ടുള്ളത് ഉടമ്പടി ധ്യാനത്തിലൂടെ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഡെയിലി ബ്രെഡ്. എനിക്ക് ഒരുപാട് കൈവിട്ട് പോകുന്ന അവസരങ്ങളിൽ എനിക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ കൂടെ തന്നെയാണ് രോഗസൗകര്യം കിട്ടിയിട്ടുള്ളത്, അല്ലാതെ മെഡിസിൻ വഴി എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഉടമ്പടി ധ്യാനം കൂടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് എങ്ങനെ പോയി എങ്ങോട്ട് പോയി എന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ പേര് അൻവിക, ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2004 ഡിസംബർ 20th ആക്ച്വലി ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് കൃപാസനത്തിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. എൻ്റെ ചേച്ചി, എൻ്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ ഉടമ്പടി ഒരു ട്രാക്കിലൊക്കെ ആകാൻ ഒരു 3 മാസത്തോളം എടുത്തായിരുന്നു. ഞാൻ ആദ്യം ചെയ്തത് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണമല്ലോ, അപ്പോൾ അത് കറക്റ്റ് 5 ഒക്കെ ആകുമ്പോഴേ ഉണർന്ന് ഞാൻ ചൊല്ലുമായിരുന്നു. പിന്നെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് 2 കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉടമ്പടി കുറച്ച് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിത്തുടങ്ങി. അതിൽ മെയിനായിട്ടും എനിക്ക് പറയാനുള്ളത് എൻ്റെ ആധാർ കാർഡിൻ്റെ ഒരു കറക്ഷനെ പറ്റിയാണ്. ആക്ച്വലി എൻ്റെ നെയിം ആദ്യം അൻവിക എന്നല്ലായിരുന്നു, വേറൊരു പേരായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് കുറേ കാലം മുമ്പ് തന്നെ ഞാൻ ഈ പേര് മാറ്റിയായിരുന്നു. അങ്ങനെ ഗസറ്റിലൂടെ എൻ്റെ പേരെല്ലാം പബ്ലിഷ് ചെയ്ത് പുതിയ പേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്നാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് മാറ്റി കിട്ടുന്നില്ല. പുതിയ ഡോക്യുമെൻറ്റ്സിൽ, അതായത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ അങ്ങോട്ട് കിടക്കുക എല്ലാം മാറ്റാനായിട്ട്. അപ്പം ഞാൻ ഓരോ തവണ ഇത് കറക്ഷന് ചെല്ലുമ്പോഴും ഇവരെന്നെ റിജക്റ്റ് ചെയ്ത് വിടുമായിരുന്നു. പിന്നെ ആധാറിൻ്റെ അതായത് സൈറ്റിൽ നിന്നും ഒക്കെ എനിക്ക് റിജക്ഷനാണ്. അതായത് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ രജിസ്റ്റർ, അതായത് കറക്ഷൻ അപ്ലൈ ചെയ്യത്തില്ലേ, അത് സൈറ്റിൽ പോലും രജിസ്റ്റർ ആവത്തില്ലായിരുന്നു. അങ്ങനെ നടന്ന് ഞാൻ ലിറ്ററലി മടുത്തു പോയായിരുന്നു. ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്ത് ഇനി എനിക്കൊരു പേരോ ഒന്നുമില്ല, ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പോൾ ഉടമ്പടി എടുത്ത് 1 year ആയപ്പം അമ്മമാതാവിന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ, അതെനിക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ഉടമ്പടിയിൽ നിയമങ്ങളിൽ മെൻഷൻ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനിത് മെൻഷൻ ചെയ്തു. അതായത് അമ്മേൻ്റെ ആധാർ കാർഡ്, മെയിനായിട്ടും ആധാർ കാർഡാണ് മാറ്റേണ്ടത്. അവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, അങ്ങനെയുള്ള എല്ലാം അങ്ങോട്ട് കിടക്കുക. അപ്പം ഞാനിത് ഉടമ്പടിയിൽ വെച്ചു. പിന്നെ ഡെയിലി ബ്രെഡ് പ്രെയറിൽ അച്ഛൻ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിത് എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു 80 days, അതായത് ഈ ഒരു മാർച്ചിലാണ് ഞാൻ അത് നിയോഗത്തിൽ വെക്കുന്നത്. നിയോഗത്തിൽ വെച്ചിട്ട് 80 days ആയപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി ഒരു നൈറ്റിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ഡിയർ അൻവിക എന്നിട്ട് ആധാറിൻ്റെ സൈറ്റ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഒരു ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളായിട്ടുള്ള കാര്യമായിരുന്നു അത്. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ ചേച്ചി കൊണ്ട് ചെക്ക് ചെയ്യിച്ചത് വെരിഫൈ ചെയ്തു. ഇന്നലെ തന്നെ എൻ്റെ കാർഡ് അവരുടെ ഇതിൽ നിന്ന് ഒഫീഷ്യലി എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് അമ്മാതാനോട് എത്ര നന്ദി പറഞ്ഞാലും അത് തീരില്ല, അത്രമാത്രം ഞാൻ കടപ്പെട്ടു. അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ രണ്ടാമത് പറയാനുള്ളത് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയാണ്. ആക്ച്വലി ഇത് ഉടമ്പടി ഞാൻ വെച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ആക്ച്വലി ഉടമ്പടിയിൽ വെച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഈ ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യം. ഉടമ്പടി എടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ പോലെ ഞാൻ കറക്റ്റായിട്ട്, എനിക്ക് ഉടമ്പടി പെർഫെക്റ്റ് ആകണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. കറക്റ്റ് കൊന്ത ചൊല്ലണം, ഉടമ്പടി ധ്യാനം കറക്റ്റായിട്ട് കേൾക്കണം, ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യണം, ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ എൻ്റെ ഫിനാൻഷ്യലി ഉള്ള കാര്യം ഞാൻ തന്നെ എനിക്ക് ലെട്ടിപ്പോയി. പണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ലെവലിനേക്കാൾ ഒരു 4 times കൂടുതൽ, അതായത് ലൈഫേ മുഴുവൻ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഉടമ്പടി വെച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അതും എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അന്നത്തെ കരിയർ റിലേറ്റഡ് ആയിട്ട്. ഞാൻ ഇടയ്ക്ക് കുറച്ചാൾ PSCയുടെ കോച്ചിങ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ടിങ്, മോഡലിങ് ഇതൊക്കെ ആയിട്ടാണ് എനിക്ക് താല്പര്യം. പക്ഷേ എന്നാലും എനിക്കോട്ട് മെയിനായിട്ട് ചൂസ് ചെയ്യാനായിട്ട് കുറച്ചൊരു എന്തോ ഒരു കോൺഫിഡൻസ് അല്ല, എവിടെയോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിയാകുമോ, സെറ്റാകുമോ, അങ്ങനത്തെ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്, അതിന് അമ്മ മാത്രമാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ. കറക്റ്റ് കരിയർ ചൂസ് ചെയ്ത് ഇപ്പോൾ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും ആയിട്ടില്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടുണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ മെയിനായിട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതിനും എനിക്കത്ര ഇതായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു. അപ്പോൾ അത് അമ്മ എനിക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് എന്നെ കറക്റ്റ് ഒരു കംഫർട്ടബിൾ പ്ലേസിലാണ് എന്നെ കൊണ്ടെത്തിച്ചത്. കറക്റ്റ് എനിക്ക്
എനിക്കൊരു PG ഒക്കെ സെറ്റാക്കി തന്നു. അവിടെ എൻ്റെ റിംഗ് ലൈറ്റും കാര്യങ്ങളും എനിക്ക് കറക്റ്റ് യൂസ് ചെയ്യാം. പിന്നെ അവിടുത്തെ ആൾക്കാരാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി. ഞാൻ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ എന്നെ താഴത്തെ അങ്കിളാണ് രാവിലെ 5:30 കൊണ്ട് വിടുന്നത്, വൈറ്റിലെല്ലാം കൊണ്ട് വിടുന്നത്. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾക്കാർ. എന്തുണ്ടെങ്കിലും എനിക്ക് ജസ്റ്റ് എൻ്റെ ഫാമിലി പോലെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് കിട്ടിയത്. അവിടെ നല്ല ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് രോഗസൗഖ്യത്തെ പറ്റിയാണ്. എനിക്ക് കഴിഞ്ഞൊരു 5 ഇയേഴ്സായിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നല്ല സിവിയർ ആയിട്ടുള്ള മൈഗ്രെയിൻ ആയിരുന്നു. അതായത് ലൈറ്റ് പറ്റത്തില്ല, സൗണ്ട് പറ്റത്തില്ല. എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ടൈമിൽ തലയൊക്കെ കറങ്ങി ഭയങ്കര സീനാകുമായിരുന്നു. ഛർദ്ദിക്കാൻ വരും. പിന്നെ സ്ക്രീൻ ടൈം കൂടുതലായതുകൊണ്ട് അതാണല്ലോ മെയിനായിട്ടും. അപ്പോൾ സ്ക്രീനിൽ നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പോയി ഞാൻ മരുന്നൊക്കെ മേടിക്കും ഇടയ്ക്ക്, തൈലം യൂസ് ചെയ്യും. പക്ഷേ എന്നാലും ഇച്ചിരി എവിടെയൊക്കെയോ ഒരു ഇത്. അപ്പം ഞാൻ ലാസ്റ്റിൽ എന്നെ അടുത്തെന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും പറ്റാതായി. കണ്ണ് പകൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എൻ്റെ റൂമിൽ 2 സൈഡിലും ജനലുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ഞാൻ ക്ലോസ് ചെയ്തിരിക്കുക. കട്ടിയുള്ള കർട്ടൻസൊക്കെ വെച്ച് അതിനടി പുതപ്പൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുക. ഒട്ടും വെട്ടാൻ പറ്റാത്ത അവസ്ഥയല്ല. ലാസ്റ്റ് ഞാൻ വീട്ടിൽ വന്നു. ആദ്യം കണ്ണങ്ങ് ടെസ്റ്റ് ചെയ്തു. ഇനി കണ്ണിൻ്റെ കുഴപ്പമാണോ എന്ന് വെച്ച് കണ്ണ് ഞാൻ ആദ്യം അങ്ങ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൺഫേം പറയും കണ്ണിന് കുഴപ്പമൊന്നുമില്ല, ഇത് മൈഗ്രെയിൻ്റെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയത് തന്നെ ഇതുമായിട്ട് ഡീൽ ചെയ്യാനാണ്. പക്ഷേ തിരിച്ച് ആ ഒരു വീക്ക് വീട്ടിൽ എവിടൊക്കെയോ പോയി എന്തൊക്കെയോ ചെയ്ത് തിരിച്ച് നേരെ കൊച്ചിക്ക് പോയിരുന്നു. എന്നിട്ട് എന്നാൽ ഇവിടെ വന്ന് ഡോക്ടറിനെ കാണിക്കും. ഇവിടെ എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു കേസ് വന്നിട്ടില്ല, ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഒരു കേസ്. പിന്നെ എനിക്കങ്ങ് മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. എൻ്റെ ഫ്രണ്ടിനോടും പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്ന് ഹെൽപ്പ് ചെയ്യണം. അവനും അനങ്ങിയിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു, ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ലാസ്റ്റിൽ ഞാൻ എന്നാ ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി ധ്യാനം അറ്റൻഡ് ചെയ്തു. എനിക്ക് എല്ലാ രോഗസൗഖ്യങ്ങളും കിട്ടിയിട്ടുള്ളത് ഉടമ്പടി ധ്യാനത്തിലൂടെ. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി ധ്യാനം കൂടും, എല്ലാ ദിവസവും. അതിനായിട്ട് ഞാൻ ടൈം മാറ്റി വെക്കും. ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഡെയിലി ബ്രെഡ്. എനിക്ക് ഒരുപാട് കൈവിട്ട് പോകുന്ന അവസരങ്ങളിൽ എനിക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ കൂടെ തന്നെയാണ് രോഗസൗഖ്യം കിട്ടിയിട്ടുള്ളത്. അല്ലാതെ മെഡിസിൻ വഴി എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പം ഈ ഒരു മൈഗ്രെയിൻ്റെ കേസ് വരുമ്പോൾ ഞാൻ 5-6 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടി ധ്യാനം കൂടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് എങ്ങനെ പോയി എങ്ങോട്ട് പോയി എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഇത്രയും എന്താ പറയുക, പെട്ടെന്നൊരു റിസൾട്ട്. എത്ര 5-6 വർഷമായിട്ട് ഒരു ദിവസം പോലും സമാധാനമായിട്ട് ഉറങ്ങാറുമില്ല. ഞാനും എൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ഞാനും 3 മണി 4 മണിക്ക് ഉറങ്ങും, സ്ക്രീൻ ടൈം കൂടുതൽ, സ്പെക്സ് യൂസ് ചെയ്യത്തില്ല, അതിന് പ്രൊട്ടക്ഷൻ ഡോക്ടർ ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് ഈ പറഞ്ഞ പോലെ വെറും 6 ദിവസം കൊണ്ട് എൻ്റെ മൈഗ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് പോയി. എനിക്ക് ലാസ്റ്റ് ടൈമിൽ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ പോലും പറ്റില്ല, കണ്ണിലോട്ട് വെട്ടമൊക്കെ കയറി ആ കൂടി സീൻ. അങ്ങനെ വെറും 6 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയി. അത് കഴിഞ്ഞും ഞാൻ ഈ പറഞ്ഞതുപോലെ ലേറ്റായിട്ട് ഉറങ്ങും, എന്തൊക്കെ എഗനിസ്റ്റായിട്ട് ചെയ്യുക അതൊക്കെ ചെയ്യാറുണ്ട് സ്റ്റിൽ. പക്ഷേ ഇതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതെനിക്ക് ഈശോ തന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഈശോയ്ക്ക് ഒരുപാട് നന്ദി. പഴയ ഉടമ്പടി ധ്യാനങ്ങൾ എന്നും കൂടും. കാരണം അതാത് ദിവസത്തെ കറക്റ്റ് 11:30 തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൂടും. അതായത് ഞാനൊരു എന്താ പറയുക, എണ്ണീച്ച് രാവിലെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉടമ്പടി ധ്യാനമാണ് ഞാൻ കൂടുന്നത്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. മിസ്സാക്കാൻ ചില ദിവസങ്ങളിലൊക്കെ റെയറായിട്ടൊക്കെ മിസ്സായിപ്പോൾ, എന്നാലും അതില്ലാതെ എനിക്ക് എന്തോ പറ്റത്തില്ല, എന്തോ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുക. അപ്പം പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ ഫോക്കസ് ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്കൊരു ഷൂട്ട് ഇടയ്ക്കിടയ്ക്ക് പെയ്ഡ് വർക്കൊക്കെ കിട്ടും. എങ്കിൽ കൂടിയും കൂടുതലായിട്ട് അൺപെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പെയ്ഡിനും പോകത്തില്ല, അത് വേറെ കാര്യം. കാരണം ഇതൊരു കരിയറായിട്ട് ചൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉടമ്പടി ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ വെച്ച കാര്യമാണ്, എനിക്ക് പെയ്ഡ് ഷൂട്ട്സ് വേണം അമ്മ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു 3 മാസം ഒന്നും ട്രാക്കിലല്ലായിരുന്നു. അപ്പം എനിക്ക് മാത്രമല്ല മെൻ്റലി ഒന്നും ഓക്കെ അല്ല, ബോഡി ഫിറ്റല്ല, കുറേ റീസൺസ് കൊണ്ട് ഒരു ട്രാക്കിലല്ല. അപ്പോൾ എനിക്കൊരു വലിയ ഷൂട്ട് വന്നായിരുന്നു. ആ ഷൂട്ട് ഒരു ടീ ബ്രാൻഡിൻ്റെ ഇടുക്കിയിൽ നിന്ന് വന്നൊരു ഷൂട്ടായിരുന്നു. അത് നല്ലതായിരുന്നു, നല്ലൊരു എമൗണ്ട് പ്ലസ് നല്ല കരിയർ നല്ല രീതിയിൽ പീക്ക് കയറി പോകുന്നതായിരുന്നു. പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള റീസൺസ് കൊണ്ട് ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് ഡേറ്റൊക്കെ മാറ്റി. പിന്നെ അവർക്കും അനക്കമില്ല, എനിക്കും അനക്കമില്ല, അവരവരുടെ വഴിക്കും പോയി. എനിക്കും അങ്ങനെ ഒരു അത് പോയെന്നുള്ളൊരു നഷ്ടബോധം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. പിന്നീട് എനിക്ക് മനസ്സിലായത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ് കിട്ടിയതായിരുന്നു. ആ ഒരു 90 ഡേയ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാനത് അമ്മ മാതാവിനോട്
ക്ഷമ ചോദിക്കുന്നു. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും വലിയ ഉടമ്പടി ഇങ്ങനെ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ അമ്മമാതാവിനെ ഈശോനെ എനിക്ക് മഹത്വപ്പെടുത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് കുറച്ച് റീസെൻ്റായിട്ട് മനസ്സിൽ കയറി പറ്റിയതായിരുന്നു. അപ്പം അതിനായിട്ടുള്ള ഫണ്ട് എനിക്കറിയത്തില്ല അതെങ്ങനെയൊക്കെ വന്ന് സെറ്റായി എന്ന്. അത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടി. അപ്പോൾ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ നോക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് പറയുവാനുള്ള. റീസെൻ്റായിട്ട് ഞാൻ ഐഫോൺ എടുത്ത് എനിക്ക് ഞങ്ങൾക്ക് ഒന്നും അമ്മയോട് ചോദിക്കട്ടെ. ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കാണുന്നത് തന്നെ എങ്ങോട്ട് നടക്കും, ഞാൻ ഷോക്കായി പോകും. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. എനിക്കത് എടുത്ത് പറയാൻ ചിലപ്പം എല്ലാം ഒന്നും പറ്റത്തൊന്നുമില്ല. എങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ അമ്മ മാത്രമല്ല കേട്ടോ, ഈശോയുടെയും രണ്ടുപേരും ഈക്വലി എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസും ഒരുപാട് സ്നേഹവും തരുന്നുണ്ട്. എനിക്ക് പല കാര്യങ്ങളും കൂടി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പത്രം ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും ഞാൻ മിക്കവാറും പകലൊക്കെ മിക്കവാറും ഫ്രീ ആയിരിക്കും. എപ്പോഴും വൈകിട്ടൊക്കെ മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യണ ടൈം. അപ്പം എപ്പോഴും മിക്ക ദിവസങ്ങളും ഫ്രീയാണ്, എവിടെ വേണം പോകാൻ എങ്ങനെ. അപ്പോൾ മിക്കവാറും ഞാൻ ഇവിടെ വരും കുറച്ച് നേരം ഇവിടെ ഇരിക്കും. ആട്ട് പോകുമ്പോൾ പത്രം മേടിച്ചിട്ട് പോകും. ഉടമ്പടി പുതുക്കുമ്പോൾ കിട്ടുന്നതല്ല, എക്സ്ട്രാ ഒരു 5, 7, 8 അങ്ങനെ പോകും. ഒരു മൂഡ് അനുസരിച്ച് ചിലപ്പോൾ 10 അത് കൂടുതലൊക്കെ ഞാൻ മേടിക്കും. എന്നിട്ട് ഞാനത് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. ഇനിഷ്യൽ സ്റ്റേജസിലൊക്കെ ഞാൻ അമ്മ മാതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു പത്രം കൊണ്ട്. പിന്നെ എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരാളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലൊരു സ്പാർക്കാക്കി കൊടുക്കുന്നിടം വരെ സംസാരിച്ചിട്ടാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക്. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അമ്മയ്ക്കായിട്ട്, എനിക്ക് അമ്മ ഒരുപാട് ഇഷ്ടം, അമ്മ ഈശോയും. സോ ഞാനൊരു പേജ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അതിലിപ്പോൾ 26K ഫോളോവേഴ്സ് ഉണ്ട്. ആൻഡ് ആ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് അതിലൊക്കെ മെയിനായിട്ട് ഇടുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ സാക്ഷ്യങ്ങൾ മുറിച്ചിടും, എഡിറ്റ് ചെയ്തിടും. പിന്നെ ഈശോയുടെ വചനങ്ങൾ, ഈശോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് ടെക്സ്റ്റ് ഫോണ്ട് എല്ലാം സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ടൈം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത് ഞാൻ ഇടും. പിന്നെ ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ ആൾക്കാർക്ക് ചെറിയ ഒരു 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് കൊണ്ട് ആ കേൾക്കുന്ന ആൾക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരണമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാനത് എഡിറ്റ് ചെയ്ത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. ഞാനൊരു കുറേ സമയം ഞാൻ ഇതിനായിട്ട് മാറ്റി വെക്കാറുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ ഇത്രയും അതൊക്കെ ചെയ്യും ഞാൻ ആ പേജിലൂടെ. അതായത് മെയിനായിട്ടും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുൾ നടന്ന് എല്ലാം ഷൂട്ട് ചെയ്തെടുത്ത് അതിന് വോയിസ് ഓവറൊക്കെ കൊടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഒരു 45 to 1 മിനിറ്റുള്ള വീഡിയോ ആണ്. 1 മിനിറ്റുള്ള വീഡിയോ ഷൂട്ട് ചെയ്തെടുത്ത് ഞാനത് എൻ്റെ ഈ അമ്മയുടെ പേജിൽ ഞാൻ ഇട്ടു. എന്നിട്ട് ഞാൻ നൈസായിട്ട് ഇടയ്ക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് കൊടുത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഒരു 1 മില്യൺ ഒക്കെ ആകുമ്പോൾ എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റുമോ അമ്മ, എനിക്കതിനുള്ള ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ആക്ച്വലി. അപ്പം ഞാനതിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അൺഎക്സ്പെക്റ്റഡായിട്ടാണ് ഞാൻ ബൂസ്റ്റ് ചെയ്യും കേട്ടോ, അത് മണി സ്പെൻഡ് ചെയ്താണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 700K ആയപ്പോൾ തന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ, അതായത് ഒരു 1 വീക്ക് മുമ്പ് തന്നെ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അത് ഞാൻ 1 മില്യണാണ്, 300K കൂടെ കിടപ്പുണ്ടല്ലോ. അപ്പം അത് ഞാൻ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്തു. ഒരു 7,500 റുപ്പീസ് പെട്ടെന്ന് ഒരു 3-4 ദിവസം കൊണ്ട് ഞാനത് ബൂസ്റ്റ് ചെയ്ത് 1 മില്യൺ ആക്കിയിട്ടാണ് ഇപ്പോൾ ഇനി സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. പിന്നെ പ്രേക്ഷിത ആ പേജിൽ കൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേര് എന്നോട് ചോദിച്ചും പറഞ്ഞും ഞാൻ അവരെ ഗൈഡ് ചെയ്തും പിന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ഒരുപാട്. എൻ്റെ എല്ലാ വീഡിയോ അടിയും വരും, പ്രെയർ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതിൽ നിന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് കൊന്ത അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താണ് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഒരു പേജിൽ തന്നെ പ്രേക്ഷിതം ഞാൻ ചെയ്യുന്നുണ്ട്. കൊന്ത ചൊല്ലും എല്ലാ ദിവസവും. പിന്നെ ബൈബിളൊക്കെ വായിക്കും, കേൾക്കും. പിന്നെ ഞാൻ മെയിനായിട്ടും ഉപവാസം എടുക്കും. വെനസ്ഡേയ്സിലാണ് ഉപവസിക്കുന്നത്. ആ ഉപവസിക്കുന്ന ദിവസം തന്നെ ഞാനാണെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റും ചെയ്യും. എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റൽ വിസിറ്റ് മസ്റ്റായിട്ട് ഞാൻ ചെയ്യും. ആ സെയിം ഡേ തന്നെയാണ് ഞാൻ പൊതിച്ചോറും കൊടുക്കും. ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ 2, അതായത് എൻ്റെ ലഞ്ച് പ്ലസ് ഒരു 2 ലഞ്ച് എക്സ്ട്രാ ഞാൻ വിളിച്ച് പറയും. അപ്പോൾ അവരതെനിക്ക് തരും. അങ്ങനെ 3 എണ്ണം വെച്ചിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും കൊടുക്കും. കാരണം ഞാൻ ഒറ്റയ്ക്ക് ബസ്സിലൊക്കെ അല്ലേ പോണേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാനൊരു 3-ൽ ഒതുക്കിയത് ആക്ച്വലി. അപ്പോൾ ആ 3
5 വെച്ച് ഞാൻ എല്ലാ ആഴ്ചയിലും കൊടുക്കും. ഇത് കൊടുത്തിട്ട് കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഈ സംസാരിക്കുമല്ലോ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ, അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമ്മ ഈശ്വരനെ പറ്റി ആവശ്യമുള്ള ആൾക്കാർ. ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അവരെ ഒരു എന്താ പറയുക അമ്മ ഈശോയെ പറ്റി അവർക്ക് കേൾക്കാനും കൂടുതൽ താല്പര്യം. കാരണം അവരുടെ സിറ്റുവേഷൻ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇരിക്കുന്ന ആ ഒരു സാഹചര്യം അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ അമ്മ ആവശ്യമുള്ള സമയം. അപ്പോൾ അവർക്ക് മാക്സിമം ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത്, ഈവൻ ഞാൻ മാസങ്ങളോളം അവിടെ അഡ്മിറ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. ചില അമ്മച്ചിമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഞാൻ ചിലപ്പോൾ ബൈബിളൊക്കെ വായിച്ചു കൊടുക്കും. എല്ലാം അവിടെ ഇരുന്ന് ബൈബിളൊക്കെ വായിച്ചു കൊടുക്കും. അപ്പം ഇതാണ് എൻ്റെ പ്രെയർ ലൈഫ്. ധ്യാനം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യും, എല്ലാ ദിവസവും കൂടും. പിന്നെ അത്രയൊക്കെയാണ്. പിന്നെ എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത്, ഇതൊക്കെ എനിക്ക് മെറ്റീരിയലായിട്ട് കിട്ടിയ നേട്ടങ്ങളാണ്. അതിലുപരി എനിക്ക് അമ്മ മാതാവിൻ്റെ ഈശോയുടെയും പ്രൊട്ടക്ഷൻ ഭയങ്കര ഹെവി. പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഗൈഡൻസ്. ഞാൻ എവിടെ പോയാലും കാണും. ഇപ്പം ഞാനൊരു ഓട്ടോയിൽ കയറുവാണെങ്കിൽ അപ്പം കാണും അതിനകത്തൊരു മാതാവ്. ഇപ്പം തന്നെ സാക്ഷ്യം പറയാൻ വന്ന സമയത്ത് 2 കൃപാസന മാതാവിനെ കണ്ട്. അതുപോലെ മഴവില്ല്, ഞാൻ ഒരുപാട് തവണ മഴവില്ല് കണ്ടിട്ടുണ്ട്, അമ്മയുടെ പ്രസൻസ്. പിന്നെ മെഴുകുതിരിയിൽ ഒരുപാട് തവണ എൻ്റെ അമ്മ മാതാവ് എൻ്റെ മെഴുകുതിരിയെ വന്നിട്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ട് മെഴുകുതിരിയിൽ. മഴവില്ല് ഞാൻ ആക്ച്വലി ഒരു സ്ഥലത്ത് പോയിട്ട് മനസ്സൊക്കെ ഒരു ഓക്കെ അല്ലാത്ത സമയങ്ങളിലാണ് ഈ മഴവിലൊക്കെ കാണുന്നത്. അപ്പോൾ വലിയ മഴവിൽ ഒരു തവണ ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ 2 മഴവിൽ ഒരുമിച്ച്. അത് മനസ്സ് ഒരുപാട് വിഷമിച്ചിരുന്നൊരു സമയത്ത് ഹോപ്പൊക്കെ പോയി. ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ വരും, റെയറായിട്ടൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എപ്പം മൈൻഡ് ഡള്ളായി പോകുന്നുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് എന്നെ എന്താ പറയുക മൈൻഡ് മാറ്റിത്തരും. ഞാൻ പറയില്ലേ, ഹെൽത്ത് വൈസ് ആണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ്, ആ ഒറ്റ ബ്ലെസ്സിങ് മതി. ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഹോസ്റ്റലിൽ വെച്ചിട്ട് എനിക്കൊരു തവണ ഫുഡ് പോയിസൺ അടിച്ചിട്ടുണ്ട്. അത് വിട്ടുപോയി ഞാൻ പറയാൻ. ഫുഡ് പോയിസൺ അടിച്ചിട്ട് സംഭവം അങ്ങ് സീരിയസ് ആയിപ്പോയി. ഉപ്പും ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, കുറച്ചൊക്കെ പിടിച്ച് ചെയ്യുന്നായിരുന്നു. പക്ഷേ അതൊന്ന് കുറഞ്ഞപ്പോഴത്തേക്കും സംഭവം കൈ വിട്ടുപോയി. പിന്നെ 2-3 ആശുപത്രിയൊക്കെ കയറി ഇറങ്ങി ലാസ്റ്റ് അഡ്മിറ്റായി ഞാനങ്ങ്. അപ്പം എനിക്ക് കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുറേ ടെസ്റ്റും കാലം അങ്ങനെ ലാസ്റ്റിൽ ഇത് കുറയാതെ വന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് സ്റ്റോൺ ആയിരിക്കും. കാരണം യൂറിൻ്റെ ഇത് വന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് RBC ആണെങ്കിൽ 25 ഒക്കെ അതിലുണ്ടായിരുന്നു. ഞാനാണല്ലോ യൂറിൻ കൊടുത്തത്, ഞാൻ കണ്ട റെഡ് കളറിലാണ്. പിന്നെ വൊമിറ്റൊക്കെ ചെയ്ത് സീനായിരിക്കുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഒരു അനക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് റിസൾട്ട് അൾട്രാസൗണ്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റിൽ ഞാൻ അവിടെ ഉപ്പും അതൊക്കെ ഇട്ട് ഞാൻ അൾട്രാസൗണ്ട് ചെയ്യാൻ പോയി. അതിന് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഒരു കുഴപ്പമില്ല. ശരിക്കും ഞാൻ സാക്ഷ്യങ്ങളിൽ മാത്രമേ, മറ്റുള്ളവർ പറഞ്ഞ് മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടുള്ളത്. എനിക്ക് വിശ്വാസം ഒരുപാടുണ്ട്, പക്ഷേ എൻ്റെ ലൈഫിൽ അത് ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനത്തെ ഒരു മിറാക്കിൾ എന്നൊക്കെ പറയത്തില്ലേ, ലൈക്ക് അങ്ങനെ. അപ്പോൾ ഇതെല്ലാം എനിക്ക് അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കൃപ കൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ മൃത്തിലുള്ള ഒരു കാര്യങ്ങളും അല്ല, അമ്മ മാതാവിൻ്റെ ഈശോയുടെ 2 പേരെ ഒരുമിച്ചുള്ള ആ ഒരു ഹെൽപ്പ് കൊണ്ടും ഇതുകൊണ്ടുമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, കാശ് രൂപം മിക്കവാറും എൻ്റെ കയ്യിൽ കാണും, എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കും കാശ് രൂപം. അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അമ്മേ ഇത് ഇങ്ങനെ കൊണ്ടു തന്നതിൻ്റെ കളറൊക്കെ ഇച്ചിരി ഡള്ളാകുന്നുണ്ട്, ഒരു കാശ് രൂപം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഹോസ്റ്റലിലുള്ള ഞാൻ 1-2 പേരോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉടമ്പടി ഉഴപ്പിയ 2-3 ടീംസ് ഉണ്ട്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അവർക്ക് വേണ്ട ആ ഒരു ഇതുള്ള 2-3 പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം പുതിയത് വന്ന് എടുക്കാം, ഞാൻ കൊണ്ടുവന്ന് എടുപ്പിച്ചോളാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ പഴയ കാശ് രൂപ ഇങ്ങനെ തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സംഭവമൊക്കെ അവരുടെ നിന്ന് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞാൻ പിന്നെ ആ ടോപ്പിക്കേ വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ ആ കാശ് രൂപം കിട്ടി. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ ഒരു 20 ഡേയ്സ് മുമ്പായിരുന്നു വന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടൊരു 1.5 ഇയറായി എനിക്ക് അമ്മയെ കിട്ടിയായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു, എനിക്കൊരു മിസ്സിങ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. എന്നെ ഈ ഒരു പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഇങ്ങനെ ഒരു സാക്ഷിയൊക്കെ പറയാനെന്ന് വെച്ചതിന് താങ്ക് യു.